ഹലോ, ദ ഔട്ട്സ്പോക്കൺ മലയാളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജെറിന് കുറച്ച് ദിവസം ലീവ് കൊടുക്കാൻ പോവുക. ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ലീവ്. ഇന്ന് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. കാരണം അദ്ദേഹം ന്യൂസിലൻഡിലെ ജീവിതം മതിയാക്കിയിട്ട് നേരെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ പോവുകയാണ്. നിങ്ങൾ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് ജെറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്. ജെറിൻ ബ്രോ, വെൽക്കം ടു യുവർ ചാനൽ. താങ്ക് യു. കുറേ എന്താ പറയുക, ന്യൂസിലൻഡിൽ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ന്യൂസിലൻഡിലൊരു യൂട്യൂബർ, നാട്ടിൽ ഒരുപാട് ഫേമസ് ആയൊരു യൂട്യൂബറാണ് ദ ഔട്ട്സ്പോക്കൺ മലയാളി എന്നൊരു വ്യക്തി. ഒരുപാട് ഇൻഫോർമേറ്റീവായ കണ്ടൻറ്റുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ജെറിൻ നമ്മളെ ന്യൂസിലൻഡിലെ താൽക്കാലിക ജീവിതം ഇവിടെ അവസാനിപ്പിച്ചിട്ട് നേരെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ജെറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നാൾ, ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 10 വർഷത്തിന് മേളിൽ ന്യൂസിലൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യണത്. കൂടാതെ ഞങ്ങളുടെ കുറച്ച് സഹപ്രവർത്തകരൊക്കെ ചേർന്ന് ഇന്ന് ജെറിനൊരു സെൻഡ് ഓഫും കൂടി കൊടുക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് ന്യൂസിലൻഡ് വിട്ടിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഫ്രെഡി, വലിയൊരു താങ്ക് യു. അപ്പോൾ ഞാൻ ഈ ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ഇത് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കുമെന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഫ്രെഡിയാണ് ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയും നമുക്ക് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും, മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരും അറിയണം. എല്ലാവരും ദ ഔട്ട്സ്പോക്കൺ മലയാളി എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമാണ് കൂടുതൽ കണ്ടേക്കണത്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു വ്യക്തി, ഈ വ്യക്തി ആരാണെന്നോ, ഇദ്ദേഹം എന്താണെന്നോ, ഇദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ഒരുപാട് റിവീൽ ചെയ്തിട്ട് വീഡിയോയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സന്തോഷമുള്ളൂ. കാരണം എനിക്ക് ഒത്തിരി ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, ജെറിൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മെൻ്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ന്യൂസിലാൻഡിൽ 10 വർഷത്തിന് മുകളിലായിട്ട് ന്യൂസിലാൻഡിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫ്രെഡി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ തീരുമാനിച്ചത്, ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അറിയാം, ഇപ്പോൾ വെസ്റ്റ് നോർത്തിലെ ഒരു വെതറാണ് ഒരു മെയിൻ ഇഷ്യൂ. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് ഒട്ടുമിക്ക സമയങ്ങളിൽ എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്, അലർജിക്ക് ആസ്മ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു വെസ്റ്റ് നോർത്തിലെ വെതറിൽ അത് കൂടുതലാണ്. ഞാൻ ഒരു വർഷം 3-4 പ്രാവശ്യം സിക്കാവുകയും റിക്കറൻ്റ് ആയിട്ട് സിക്കാവുകയും ഒത്തിരി സിക്ക് ലീവ് എടുക്കുകയൊക്കെ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഓസ്ട്രേലിയക്ക് പോകണം, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് വെതറുള്ളൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നത് ക്വീൻസ്ലാൻഡിലേക്കാണ്. ക്വീൻസ്ലാൻഡിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് വളരെ സാമ്യമുള്ളൊരു കാലാവസ്ഥയാണ്. സബ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ വെതറാണ്. അപ്പോൾ ആ ഒരു കാരണം, അതാണ് ഒരു പ്രൈം കാരണം. ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഒരു പ്രൈം കാരണം എന്ന് പറയുന്നത് വെതർ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇവിടെ ഒരു മെൻ്റൽ ഹെൽത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ജെറിൻ. വളരെ സന്തോഷം. തീർച്ചയായും ഇത്രയും നല്ലൊരു ഒരു കോർഡിനേഷനോട് കൂടി വർക്ക് ചെയ്യാൻ സാധിക്കുക, ഇത്രയും വർഷം കണ്ടിന്യൂസ്ലി, എന്താ പറയുക, നല്ലൊരു ഒരു ഗുഡ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ജെറിൻ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോണത്. പ്രേക്ഷകരെ പോലെ എനിക്കും അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. ദ ഔട്ട്സ്പോക്കൺ മലയാളി യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ പോയാലും കണ്ടിന്യൂ ചെയ്ത് പോകില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും ഓസ്ട്രേലിയ സ്റ്റോറീസ് ഒക്കെ ചെയ്യും. നീ ഫ്രെഡി എന്നെ ഒരുപാട് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവരായിരിക്കും ഞാൻ ഏതോ ഫ്രെഡിയോട് പറഞ്ഞ് എന്നെ തന്നെ പൊക്കി പറയാൻ ചെയ്യുന്നത്. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യം. ഞാൻ ഒരുപാട് ഇൻഫോർമേറ്റീവായ വീഡിയോ ഷെയർ ചെയ്തേക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് ചേട്ടൻ്റെ വീഡിയോസ് കാണുമ്പോഴും എല്ലാം തന്നെ ഒരുപാട് സന്തോഷമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പറയുന്നതും, ചേട്ടൻ ഒരിക്കലും വീഡിയോസ് ചെയ്യുന്നത് അവസാനിപ്പിക്കരുത്. ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ചെന്നാലും ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ജെറിൻ ഒരിക്കലും വീഡിയോസ് അവസാനിപ്പിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ വളരെ യാദൃശികമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതും. അത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങനെ അവനൊരു ഓഫർ ലെറ്റർ കിട്ടി ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ട്. അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ ആ ഒരു ഓഫർ ലെറ്റർ ഫേക്കായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഏജൻസിനെ സമീപിച്ച് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ പോയി. അപ്പോൾ എൻ്റെ അനിയനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫിജിയിലേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഇനി വേറൊരാൾ പറ്റിക്കപ്പെടരുത് എന്നുള്ളൊരു ചിന്തയോടെയാണ് ഞാനൊരു ഈ ഒരു കൂട്ടുകാരന് കിട്ടിയ ഓഫർ ലെറ്ററിനെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് കുറച്ച് റിസർച്ചൊക്കെ നടത്തി ആ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അത് ഫേക്ക് ആണെന്നൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യേണ്ടായി. നിങ്ങൾ വരാൻ ശ്രമിക്കുന്നവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഒരു 10,000 വ്യൂസ് ഉണ്ടാവും. ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്യുക, അവർക്ക് കുറേ പേർക്ക് ഇതേപോലെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഷെയർ ചെയ്യണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ആൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടു, ഒരാളുടെയെങ്കിലും കാശ് പോകാതെ. ഇപ്പോൾ എൻ്റെ അനിയൻ ആ ഒരു വേദനയോടെ കടന്നു പോയത് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ന്യൂസിലാൻഡിൽ വന്ന് ആ ഒരു ഇനീഷ്യൽ സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കൊരു അന്നൊക്കെ ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു വേദന വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ഒരു പേഷ്യൻറ്റിനെ പാമേഴ്സ് നോർത്തിൽ നിന്ന് ഗിസ്ബണിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അന്ന് ഫ്രെഡി ഉണ്ടായിരുന്നു സായിച്ചേട്ടൻ്റെ കൂടെ കാറിൽ. അപ്പോൾ ഞാനും ഫ്രെഡിയും സായിച്ചേട്ടനും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ സായിച്ചേട്ടൻ ഇവിടെ ക്യാപ്പിന് ഒത്തിരി പിള്ളേർ തോക്കുകയും NSDNOയിൽ സായിച്ചേട്ടൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒത്തിരി ആൾ ക്യാപ്പ് ചെയ്യുന്ന കുട്ടികൾ സായിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായി. അപ്പം അവരൊക്കെ കടന്നു പോകുന്ന കുറേ ഇഷ്യൂസ്, പിന്നെ ക്യാപ്പ് ഇവിടെ ഫെയിൽ ആവുന്ന കാര്യങ്ങൾ, അതൊന്നും കുറേ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അതാരും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ന്യൂസിലാൻഡിൽ വരുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ക്യാപ്പ് ഫെയിൽ ചെയ്യുന്ന കാരണങ്ങളും ഒക്കെ സായിച്ചേട്ടനായിട്ട് ഷെയർ ചെയ്യണ്ടായി. പിന്നെ അതെ, ഞാൻ അടുത്ത് പറഞ്ഞു വരാൻ പോകുന്ന അതായിരുന്നു. ഫ്രെഡി ആയിട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അക്കോമഡേഷൻ്റെ വീഡിയോ ആണ്. അത് ഒത്തിരി ആൾക്കാർ കണ്ടു. നമ്മൾ ന്യൂസിലാൻഡ് മലയാളി എന്ന് പറഞ്ഞ പേജിലൂടെ ആ വീഡിയോ ഷെയർ ചെയ്യണ്ടായി. പുള്ളിയൊക്കെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തു. അത് കുറേ ആളുകൾ വില്ലിംഗ് ആയിട്ട് വന്നു. ഇപ്പോൾ ഫ്രെഡി ആണെങ്കിലും ഷിഗിലാണെങ്കിലും പിന്നെ ട്രക്കിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തു. സാൽവേഷും ഗിരിയൊക്കെ ആയിട്ടാണ്. പിന്നെ സായിച്ചേട്ടൻ കുറേ വീഡിയോസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ബേസിക്കലി നമ്മുടെ എല്ലാം ഒരു അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരാളെങ്കിലും ആ ഒരു വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പിന്നെ ചെയ്യുന്ന വീഡിയോസിനെല്ലാം അല്പം വ്യൂസും സപ്പോർട്ട് കിട്ടി. കുറേ ആളുകൾ നല്ല വീഡിയോസ് ആണെന്നൊക്കെ പറഞ്ഞോടെ നമുക്കും ഒരു സ്പിരിറ്റ് കയറുമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ആ ഒരു എനർജിയിലാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും ഓസ്ട്രേലിയയിൽ ചെന്നാലും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായും. പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്രെഡി ചോദിച്ചല്ലോ ഓസ്ട്രേലിയക്ക് പോകുന്ന കാരണം. അപ്പോൾ ഇപ്പോൾ ഈ വെതറിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ ഹൗസിംഗ് ഭയങ്കര അഫോർഡബിൾ അല്ലാതായിട്ട് മാറി. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് പുതിയൊരു നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള വീട് വാങ്ങിക്കണമെങ്കിൽ $1 മില്യൺ അടുത്തൊക്കെ ഇവിടെ വരും. അതേസമയം ബ്രിസ്ബെയിൻ്റെ ഒക്കെ ചില സബർബുകളിലൊക്കെ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, വളരെ ഹൈ ഫൈവ് സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ആവറേജ് വീടൊക്കെ ഇപ്പോഴും നമുക്കൊരു $800,000 ഒതുങ്ങി നിൽക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് പണിയാൻ പറ്റും. പിന്നെ ന്യൂസിലാൻഡിൽ അത്യാവശ്യം കറങ്ങി തീർത്തു. അപ്പോൾ എന്നാൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫ്രെഡി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചില്ല, അതിനും കൂടിയുള്ളൊരു ഉത്തരവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഷിഗിലും ഞങ്ങളുടെ ഒപ്പം തന്നെ അടുത്തൊരു മാസത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഷിഗിലും ഞങ്ങളുടെ കൂടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്ത് ആ ഒരു ക്വീൻസ്ലാൻഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഓസ്ട്രേലിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, 2-3 വർഷം ഒന്ന് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിൽക്കും. ഷിഗിലിനെ അറിയാത്ത ആൾക്കാർ ജെറിന്റെ ഫിജി ട്രിപ്പ് എടുത്ത് കണ്ടാൽ മതി, മനസ്സിലാവും. ഒത്തിരി വീഡിയോസ് ഷിഗിലായിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. ഷിഗില NSDNOന്റെ ഇവിടുത്തെ ഡെലിഗേറ്റർ കൂടിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടെ നിൽക്കും. എനിക്കറിയാം ഒത്തിരി ആൾക്കാർ ഓസ്ട്രേലിയ പോകുന്ന പറയുമ്പോൾ കുറേ ആൾക്കാർ ഇവിടുത്തെ കിവീസ് എല്ലാം പറയുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു ആരോഗ്യമാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇവിടെയുള്ള കുറേ നമുക്ക് മുമ്പ് വന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് നോർത്തില് ഒട്ടുമിക്ക ആൾക്കാരും
അപ്പോൾ അതായത് ഇവിടെ പഴയ ആൾക്കാരുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും അവർ ഓസ്ട്രേലിയയിലേക്ക് പോയ ആൾക്കാരാണ്. അതെ, ഒരു പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരെല്ലാവരും പറയുന്നത് ജോയിൻറ്റ് പെയിനും തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു നേരത്തെ ഒരു ദിവസം നേരത്തെ പോകണമെങ്കിൽ എങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒത്തിരി വിഷമത്തോടെയാണ് പോകുന്നത്. ന്യൂസിലാൻഡാണ് നമുക്ക് ഇതെല്ലാം തന്നത്. ഞാൻ എന്ത് നേടിയിട്ടുണ്ടോ അതെല്ലാം തന്നത് ന്യൂസിലാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയ പോയി ഒരു 2-3 വർഷം ജീവിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരെ തിരിച്ചു വരും. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയ പോകാൻ നല്ല ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് ക്വീൻസ്ലാൻഡിലേക്കാണ്. ക്വീൻസ്ലാൻഡ് ഗവൺമെൻറ് വളരെ നല്ല പാക്കേജുകൾ തരുന്നുണ്ട്. $20,000 നമ്മൾ സിറ്റിയിൽ അല്ലെങ്കിൽ എവിടേക്ക് മൂവ് ചെയ്താലും കിട്ടും. റൂറലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ $70,000 പാക്കേജ് ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ അവിടെ ചെന്ന് വീട് വാങ്ങിക്കാനായിട്ട് ഗവൺമെൻറ് നമുക്ക് അസിസ്റ്റൻസ് തരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് വേറൊരു വീഡിയോ. ഇനി ഈ ദ ഔട്ട്സ്പോക്കൺ മലയാളിക്ക് ഞങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നമ്മുടെ സാജു ചേട്ടൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു സെൻഡ് ഓഫ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കന്ന് അങ്ങടേക്ക് കണ്ടാലോ? അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ സാജു ചേട്ടൻ്റെ വീട്ടിലോട്ട് കയറുവാണ്. ഇന്ന് ഇവിടെയാണ് നമ്മുടെ സെൻഡ് ഓഫ് പാർട്ടി ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. ബാ, ഈ വഴി വാ. ഈ വീട് എല്ലാവർക്കും പരിചയമാണ്. ഹലോ, ഹായ്. നമ്മുടെ ഔട്ട്സ്പോക്കൺ മലയാളി ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഔട്ട്സ്പോക്കൺ മലയാളിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഇരിക്കുന്നതാണ് ഔട്ട്സ്പോക്കൺ മലയാളിയുടെ വൈഫ്. ഇതെല്ലാം ഇത് നിത ചേച്ചി സാജുച്ചേൻ്റെ വൈഫാണ്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടേക്കണ സാജു ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ വൈഫാണ് നിത ചേച്ചി. പിന്നെ ഇത് റോസ്മേരി ചേച്ചിയും ജിസ്മി ചേച്ചിയും ഞങ്ങളുടെ കൂടെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഞങ്ങൾ ബോയ്സിന്റെ പാർട്ടിയിലേക്ക് പോകാം. വരൂ. ഹലോ ഗായ്സ്, നമ്മുടെ ഔട്ട്സ്പോക്കൺ മലയാളി ഓസ്ട്രേലിയയിലേക്ക് വിട പറയാൻ പോകണേക്കായി മുമ്പ് ഇതാണ് ഞങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാവരും. അപ്പം ഞങ്ങൾ ഇന്ന് ജെറിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻഡ് ഓഫ് പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തേക്കാണ്. എല്ലാവരും അടിച്ചു പൊളിക്കല്ലേ? നൈസ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അപ്പോൾ ഞങ്ങളുടെ ആഘോഷങ്ങളും പാർട്ടികളും എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദ ഔട്ട്സ്പോക്കൺ മലയാളിയുടെ ഈ വീഡിയോ ഇവിടെ തീരുന്നേയില്ല. ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്കായി വരും. അപ്പോൾ നിങ്ങളാരും വിട്ടുപോകരുത്. സ്റ്റേ ട്യൂൺ. ജെറിഞ്ഞേട്ടാ, അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളണം. തീർച്ചയായിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നത് എന്താ വെച്ചാൽ പോക്കറ്റിൽ കയറ്റി വേറെ ഒന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മഴയും കൂടി ഉണ്ട്. അതെ, മഴയും കൂടി ഉണ്ട്. കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 3 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ. ഇത് ഫ്രെഡി വേണമെങ്കിൽ ചിന്തിച്ചോ അവിടെ ചെന്ന്. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു ഫ്രണ്ട്സ് അല്ലാതെ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാതെ അല്ലാത്തയും വേറൊരു സർക്കിളുകളൊക്കെ ഉണ്ട്. അവിടെ അവരോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് എനിക്ക് പറയാനായിട്ടുണ്ട്. ഇപ്പോൾ ആമസ്റ്റർഡത്തിലുള്ള ഒത്തിരി ആളുകൾ എന്നെ വലിയ രീതിയിൽ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാനിവിടെ വന്ന സമയം തുടങ്ങി ഒത്തിരി സപ്പോർട്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചില സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആമസ്റ്റർഡത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് പലരും പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ വളരെ വിഷമത്തോടെ തന്നെയാണ് പോകുന്നത്. എനിക്കറിയാം ഇത്രയും വലിയ എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കും ഫാമിലിക്കും ഇവിടുത്തെ എക്സീമയും ഈ ഒരു അലർജിക് വെതറിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരു വലിയൊരു നന്ദി എനിക്ക് പറയാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഒത്തിരി വീഡിയോസിനൊക്കെ വന്ന് നിങ്ങളെല്ലാവരും ഫ്രെഡി, ഷിഗിൽ, സായിച്ചേട്ടൻ, പിന്നെ ജസ്റ്റ് അവർ 3 പേര് ഇപ്പം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവരുടെ പേര് ഓർത്തു. ഞാൻ പേര് ഓർക്കാൻ പേരുണ്ട്. ഈ ക്യാമറ പിടിക്കണത് ഷിഗില കേട്ടോ. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആരെയും വേറെ പേര് എടുത്ത് പറയുന്നില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വീഡിയോ കണ്ട് ഒത്തിരി എനിക്ക് ഏറ്റവും വലിയൊരു താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോടാണ്. വീഡിയോ കാണുന്ന എല്ലാവരോടും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നത് നിങ്ങളാണ്. ഒരു വർഷം കൊണ്ട് തന്നെ നമ്മളൊരു 15,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്തി. അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് ഓണസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ളതാണ്. അപ്പോൾ പലരെയും ചില സമയത്തൊക്കെ അത് റിയാലിറ്റി പറയുമ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ട്, നെഗറ്റീവാണെന്നൊക്കെ പറഞ്ഞ് ചില സമയത്തൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ റിയാലിറ്റിയാണ്. അപ്പോൾ അതാരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺ. നമ്മളിനി ഓസ്ട്രേലിയ ചെന്നിട്ട് അവിടുത്തെ സ്റ്റോറീസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രെഡി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് ദ ഔട്ട്സ്പോക്കൺ മലയാളി ഓപ്പൺ ചെയ്ത ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ന്യൂസിലൻഡിലേക്ക് വരാൻ ഇരിക്കുന്നവരെന്ന് പറഞ്ഞ്. അതിലിപ്പോൾ ഏകദേശം ഒരു 21K പീപ്പിൾ അതിനകത്ത് ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അതിലേക്ക് സ്വാഗതം. ഔട്ട് സ്പോക്കൺ മലയാളി ഇവിടെ തീരുന്നില്ല, ഔട്ട് സ്പോക്കൺ മലയാളി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് താങ്ക് യു. ഇത്രയും നാൾ ആസ് എ വർക്കർ, ലൈക്ക് കോ വർക്കർ, എൻ്റെ കൊളീഗുമാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ലോ ആകാശവീതി കോരും കറങ്ങുന്നത് പറക്കണ വട്ടം കറങ്ങി വന്നു വയലിലെ പുള്ളി പരല് 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 പൂവാലി പരല് പരല്